വിശുദ്ധ ജോവാക്കിൻ്റെയും വിശുദ്ധ അന്നയുടെയും തിരുനാൾ സഭ ഇന്ന് ആഘോഷിക്കുകയാണ്. വിശുദ്ധരായ ഒരപ്പൂപ്പൻ്റെയും ഒരമ്മൂമ്മയുടെയും തിരുനാൾ. ഒരു കുടുംബം എത്ര മനോഹരമായിട്ടാണല്ലേ വിശുദ്ധി കൊണ്ട് നിറയുന്നത്. ഏറെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചതുകൊണ്ട് അവരുടെ ജീവിതം വിശുദ്ധമായിരുന്നു. അതുകൊണ്ട് അവരവരുടെ മകളെയും വിശുദ്ധിയോടെ വളർത്തി, ദൈവത്തോട് ചേർത്ത് വളർത്തി, ദൈവാലയത്തിൽ വളർത്തി. അതുകൊണ്ട് ദൈവം തന്നെ ഒടുവിൽ ആ മകളുടെ ഉദരത്തിൽ ജനിക്കാൻ കാരണമാകുന്നു. ഒരു കുടുംബത്തിൻ്റെ വിശുദ്ധി വലിയൊരു രക്ഷാകര പദ്ധതിക്ക് തന്നെ കാരണമായതാണ് ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയമുള്ളവരെ, ഒരു കൂരയ്ക്ക് കീഴിൽ ഏറ്റവും മുതിർന്ന ചില മനുഷ്യരുണ്ടെങ്കിൽ, പ്രായമുള്ള മനുഷ്യരുണ്ടെങ്കിൽ, അവരുടെയൊക്കെ പ്രാർത്ഥനയും അവരുടെയൊക്കെ വിശുദ്ധിയും ഒരുപക്ഷെ തലമുറകൾ കൈമാറിയും അനുഗ്രഹമായി തീരുമെന്നും പ്രതീക്ഷിക്കാത്ത ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുമെന്നും ഈ തിരുനാൾ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: യേശു തീർച്ചയായിട്ടും ജോവാക്കിൻ്റെയും അന്നയുടെയും മടിയിൽ കിടന്ന് കാണില്ലേ? അവരുടെ കഥ കേട്ട് യേശു വളർന്നിട്ടുണ്ടാകില്ലേ? അവർ കൈമാറി യേശുവിന് താലോലിച്ചിട്ടുണ്ടാകില്ലേ? തീർച്ചയായിട്ടും യേശു വളർന്നത് സ്നേഹത്തിൻ്റെ കഥകൾ കേട്ടും സ്വർഗത്തിൻ്റെ പ്രാർത്ഥനകൾ കേട്ടുമൊക്കെയാണ്. അങ്ങനെ വിശുദ്ധരായ ഒരു മുത്തശ്ശൻ്റെ ഇടപെടൽ കൊണ്ട് യേശു ഈ ഭൂമിയിൽ വളർന്നു വന്നപ്പോൾ അവൻ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹിതം വളരെ മനോഹരമായി ഈ ഭൂമിയിൽ നിറവേറ്റി. ഒരു കൂരയ്ക്കകത്ത് ചില മുതിർന്ന മനുഷ്യരൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യവും അവരുടെയൊക്കെ വാക്കുകളുമൊക്കെ വലിയ ജീവിതത്തിൻ്റെ പ്രേരണയ്ക്കിടയാക്കുമെന്ന് ഈ ജീവിതം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിൽ പിന്നീടുണ്ടായ എല്ലാ കാര്യങ്ങളും പ്രത്യേകമായ ഇടപെടലായിരുന്നു. ആ ഇടപെടലൊക്കെ കുടുംബത്തിന് ലഭിച്ച നന്മകൾ തന്നെയായിരുന്നു. അമ്മ പഠിപ്പിച്ചു കൊടുത്ത ചില കാര്യങ്ങൾ, മുത്തശ്ശനും പറഞ്ഞു കൊടുത്ത ചില ഓർമ്മകൾ, ഇങ്ങനെ അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ചില നല്ല പാഠങ്ങൾ, ഇതൊക്കെ യേശുവിൻ്റെ ജീവിതത്തിൽ എവിടേക്കോ ഒരു വെളിച്ചമായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കണം, നമ്മുടെയൊക്കെ വീട്ടിലും ഇങ്ങനെ പ്രായമുള്ള ചില മനുഷ്യരില്ലേ? ഒരുപക്ഷെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒത്തിരി അധ്വാനിച്ചവരായിരിക്കാം. ഇന്ന് അത്ര അധ്വാനിക്കാനുള്ള പ്രാപ്തിയൊന്നുമില്ലെങ്കിലും ചിലപ്പോഴെങ്കിലും അവരുടെയൊക്കെ സാന്നിധ്യം ഒരു ഭാരമായി തോന്നുന്ന ഭവനങ്ങൾ പോലുമുണ്ട്. ഓർക്കണം, വെറുതെ ചില മനുഷ്യർ ഈ വീട്ടിൽ നിൽക്കുമ്പോഴും അവർ ഒരു ആയുസ് മുഴുവനും അധ്വാനിച്ചതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും അനുഗ്രഹം തന്നെ ഒരു കുടുംബത്തിന് വിശുദ്ധമാക്കി തീർക്കും. വിശുദ്ധ അന്നയുടെയും വിശുദ്ധ ജോവാക്കിൻ്റെയും സാന്നിധ്യം അതായിരുന്നു. അവരുടെ വിശുദ്ധി അവരുടെ മകൾ ദേവാലയത്തോട് ചേർന്ന് വളരാൻ കാരണമായി മാറി. ആ മകളുടെ ഉദരത്തിൽ പിന്നീട് ക്രിസ്തു ജനിക്കാൻ കാരണമായി മാറി. ഇങ്ങനെ തലമുറകൾ കൈമാറപ്പെടുന്ന ചില വിശുദ്ധിയൊക്കെ ഉണ്ട്. അത് വലിയ ദൈവത്തിന് ഇടപെടലായിത്തീരും. അതുകൊണ്ട് തന്നെ പ്രായമുള്ള ചില മനുഷ്യരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഓർക്കണം, ഈ മനുഷ്യരൊക്കെ എന്നൊക്കെയോ ജീവിതത്തിൽ ചെയ്തു തീർത്ത നന്മകളും പുണ്യങ്ങളൊക്കെ തലമുറകൾ കൈമാറി വലിയ അനുഗ്രഹമായി നമ്മുടെ വീട്ടിൽ വരും. ആ ഒരു അനുഗ്രഹം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ അവരെ കുറച്ചും കൂടി സ്നേഹത്തോടെയും കുറച്ചും കൂടി പരിഗണനയൊക്കെ നൽകുന്നത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.